ദൈവമേ, ഇന്നും വൈകിയല്ലോ. ആ കാലമാടൻ ഇന്നെന്നെ കൊന്നു തിന്നും. ഷോ, മണി 9:15. നിത്യ, നീ ഇന്ന് ലേറ്റ് ആയല്ലോ. രജിസ്റ്റർ സാർ എടുത്തോണ്ട് പോയിട്ടുണ്ടേ. ദൈവമേ, എനിക്കിന്ന് വഴക്കുറപ്പാ. ഇത്ര പെട്ടെന്ന് അങ്ങേര് രജിസ്റ്റർ എടുത്തോണ്ട് പോയോ ചേച്ചി? ഒരു 15 മിനിറ്റ് അല്ലേ ഞാൻ താമസിച്ചുള്ളൂ. ഷോ, ഞാൻ പോയി സൈൻ ചെയ്തിട്ട് വരാം. സാർ, രജിസ്റ്റർ. നിത്യ, താൻ ഇന്ന് ലേറ്റ് ആണല്ലോ. തനിക്ക് ജോലിക്ക് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരണമെന്നില്ല. ഞങ്ങൾക്ക് സ്റ്റാഫിനെ കിട്ടാൻ വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സോറി സാർ. ഇത് തന്നെയാണല്ലോ താൻ ഇന്നലെയും പറഞ്ഞത്, നാളെ ഇനി പറയാൻ പോകുന്നതും. നോക്ക്, ഞാൻ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമായത്. എനിക്ക് പങ്ക്ച്വാലിറ്റി നിർബന്ധമാണ്. ഇനിയും താനിത് ആവർത്തിച്ചാൽ ടെർമിനേഷൻ ലെറ്റർ കയ്യിലോട്ടങ്ങ് തരും. ദിസ് ഈസ് മൈ ലാസ്റ്റ് വാണിംഗ്. സോറി സാർ, ഇനി ഞാൻ ആവർത്തിക്കത്തില്ല. നാളെ തൊട്ട് നേരത്തെ വന്നോളാം. മുരടൻ. വാട്ട്? ഒന്നുമില്ല സാർ. നിത്യ, നിനക്ക് ഇന്നും വഴക്ക് കിട്ടിയോ? എന്റെ അവസ്ഥ അറിയില്ലേ മായേച്ചി? രാവിലെ വീട്ടിലെ സകല പണിയും തീർത്തിട്ടാ വരുന്നത്. അത് വല്ല ആ ഇരിക്കുന്ന കാട്ടുമാക്കാൻ അറിയണോ? ചുമ്മാ അങ്ങ് ചീത്ത വിളിച്ചാ മതി. ഒരു 15 മിനിറ്റ് അല്ലേ ഞാൻ ലേറ്റ് ആയുള്ളൂ. ഇപ്പോഴും നിന്റെ ചെറിയമ്മ നിന്നോട് വഴക്കാണോ? ആ സ്ത്രീക്ക് വേറെ ഒരു പണിയില്ലേ? എന്റെ അമ്മ മരിച്ചപ്പം എന്റെ അച്ഛന് പറ്റിയ ഒരു അബദ്ധം. അമ്മയുടെ അനിയത്തി കൂടി ആവുമ്പം തന്റെ മോളെ സ്വന്തം മോളായിട്ട് നോക്കുന്നുള്ള തെറ്റിദ്ധാരണ. എന്നെ മാത്രമല്ല ചേച്ചി, അച്ഛനെ ഇപ്പൊ അവർ ഉപദ്രവിക്കും. സാരമില്ല നിത്യ, എല്ലാം ശരിയാവും. ചേച്ചി, എനിക്കേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവ് വേണമായിരുന്നു. ചോദിക്കാൻ പറ്റുമോ എന്തോ? ആ, ബെസ്റ്റ്. നീ വേഗം പോയി ചോദിക്ക്. നിനക്ക് ഇപ്പൊ തന്നെ കിട്ടും ലീവ്. ഷോ, എന്റെ ചേച്ചി, എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എന്തായാലും പോയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ചെറിയമ്മ എന്നെ കൊല്ലും. എന്താ ഇത്ര അത്യാവശ്യം? ആർക്കറിയാം ചേച്ചി, കാര്യം എന്താണെന്നൊന്നും എന്നോട് പറയത്തില്ല. എന്തായാലും അത്യാവശ്യമായിട്ട് ഉച്ചയ്ക്ക് ഇന്ന് വന്നേക്കണം എന്നാ പറഞ്ഞേ. ചെന്നില്ലെങ്കിൽ ചേച്ചിക്ക് അറിയാലോ അവരുടെ സ്വഭാവം. സാറിന് നല്ല ചൂടില്ല. ക്യാബിനിൽ പോകുന്ന എല്ലാവരോടും ദേഷ്യപ്പെടുന്നുണ്ട്. എങ്കിൽ വേണ്ട, ഇന്നിനി ലീവ് ചോദിക്കുന്നില്ല. ആകെയുള്ള ഒരു ആശ്വാസം എന്താണെന്നറിയോ? ഈ ജോലിയാ. ഈ ജോലി ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ പിടിച്ചു നിൽക്കണത് തന്നെ. ഇനിയിപ്പം ഈ ജോലി കൂടി പോയാ തീർന്നു. എന്തായാലും ഇനിയിപ്പം ലീവ് ചോദിക്കണ്ടല്ലേ. ദൈവമേ, ആ രാക്ഷസി ഇനി എന്നെ കണ്ട എന്തു പറയുമോ എന്തോ. പേടിയായിട്ടും വയ്യ. ശാന്തമായ അന്തരീക്ഷമാണല്ലോ. തള്ളയില്ലേ ഇവിടെ? നിക്കടി അവിടെ. നീ എങ്ങോട്ടാടി ഈ പമ്മി പമ്മി പോകുന്നത്? നിന്നോട് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞതാണോ? എന്നിട്ട് നീ വന്നോടി? ചെറിയമ്മ, അത് പിന്നെ എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. നിനക്കൊരു കാര്യം പറഞ്ഞ അനുസരിക്കാൻ വയ്യല്ലേടി അസത്തെ? നിനക്ക് ധിക്കാരം അല്ലേടി? അതല്ല ചെറിയമ്മ, എനിക്കിന്ന് ഒത്തിരി ജോലി പെൻഡിങ് ഉണ്ടായിരുന്നു. അതൊന്നും തീർക്കാതെ എങ്ങനെയാ ഞാൻ ലീവ് ചോദിച്ചിട്ട് പോരുന്നേ? എന്റെ ജോലി പോകത്തില്ലേ? അതുകൊണ്ടാ എനിക്കിന്ന് വരാൻ പറ്റാത്ത. അവളുടെ ഒരു ജോലി എടി, നീ ഇവിടെ നിൽക്കുന്നതേ എന്റെ ഔദാര്യത്തിലാ. അപ്പോ ഞാൻ പറയണത് അനുസരിച്ച് ജീവിക്കണം നീ. ഓ, ലോകത്തെങ്ങും ആർക്കും ജോലി ഇല്ലാത്ത പോലെയാണ് അവളുടെ കാട്ടായം. ചെറിയമ്മേ, ഇതേ എന്റെ അച്ഛൻ ഉണ്ടാക്കിയ വീടാ. ഈ വീട്ടിലെ മറ്റാരേക്കാൾ അവകാശം എനിക്കാ അച്ഛന്റെ മോക്ക്. എന്തു പറഞ്ഞടി അസത്തെ? അതൊക്കെ അങ്ങ് പണ്ട്. ഇപ്പൊ ഈ വീടും പറമ്പുവേ എന്റെ പേരിലാ. ജോലിക്ക് പോയി തുടങ്ങിയത് അവളുടെ അഹങ്കാരം കണ്ടില്ലേ? ഞാൻ പറയുന്നത് അനുസരിക്കാൻ പറ്റില്ലെങ്കിലേ അച്ഛനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. അല്ലാതെ ഇവിടെ നിന്ന് എന്നെ എന്റെ മക്കളെ ആരും ഭരിക്കാൻ വരണ്ട, കേട്ടോടി? വയ്യാത്ത എന്റെ അച്ഛനെയും കൊണ്ട് ഞാൻ എവിടെ പോവാനാ? എന്റെ അച്ഛനെ ഓർത്തെങ്കിലും ഞാൻ ക്ഷമിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പം ഇവരോടൊന്ന് തിരിച്ചു പറഞ്ഞാൽ ശരിയാവത്തില്ല. മൗനമാണ് നല്ലത്. നീ ഇനി എന്ത് നോക്കി നിൽക്കുവാടി? പോയി രാത്രിയിലോട്ട് വല്ലതും ഉണ്ടാക്കാൻ നോക്കടി, കഴിഞ്ഞാട്ടക്കാരി. പാവം എന്റെ അച്ഛൻ. പുറത്ത് കിടന്ന എല്ലാ ബഹളങ്ങളും അച്ഛൻ കേട്ട് കാണും. അച്ഛന്റെ മനസ്സ് എത്ര വിഷമിച്ചിട്ടുണ്ടാവും. അച്ഛാ. മോളെ, എന്റെ മോളെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്. അച്ഛൻ നരകിച്ചിട്ടാണെങ്കിലും ഇവിടെ കിടന്ന് മരിച്ചോളാം. എന്റെ മോള് തനിച്ചാവുന്ന ഓർത്തിട്ട് പേടിച്ചിട്ടാ അച്ഛൻ ആത്മഹത്യ പോലും ചെയ്യാത്തത്. അച്ഛനൊന്നും മിണ്ടാതിരുന്നേ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അച്ഛൻ ചുമ്മാ ഓരോന്ന് ആലോചിച്ച് ചുമ്മാ അസുഖം കൂട്ടാതെ. എനിക്കൊരു വിഷമവും ഇല്ല. അച്ഛൻ അറിയില്ലേ ചെറിയമ്മയുടെ സ്വഭാവം? പിന്നെന്താ? അച്ഛൻ സമാധാനപ്പെട്. ഈശ്വരൻ നമുക്ക് ഒരു വഴി കാണിച്ചു തരും. എന്റെ മോളെ ആരുടെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചാല് ഈ അച്ഛന് സമാധാനാകും. അതിന് പോലും കഴിയാത്തൊരു പാഴ് ജന്മമായി പോയല്ലോ മോളെ ഈ അച്ഛൻ.
ആര് പറഞ്ഞു അതിന് കഴിയില്ലെന്ന്? ഇവൾക്ക് കല്യാണപ്രായം ആയെന്നുള്ള ചിന്തയൊക്കെ എനിക്കുണ്ട്. അത്രമാത്രം ദുഷ്ടിയൊന്നുമല്ല ഞാൻ. ചെറിയമ്മയ്ക്ക് എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്ര സൗമ്യമായി സംസാരിക്കത്തില്ല അവര്. ഇവൾക്ക് വേണ്ടി നല്ലൊരു പയ്യനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്റെ വകയിലൊരു ബന്ധുവാ. ആണോ സുധേ? നേരാണോ? ആരാ പയ്യൻ? നിങ്ങളറിയും, പയ്യൻ നമ്മുടെ രാജേഷ് തന്നെ. ചെറിയമ്മേ, ചെറിയമ്മയുടെ മക്കളുടെ കൂടെ കള്ളും കഞ്ചാവും വലിച്ച് ആ ജോലിയില്ലാതെ നടക്കുന്ന രാജേഷ് അല്ലേ? നടക്കത്തില്ല ചെറിയമ്മേ. ചെറിയമ്മ എന്തൊക്കെ വിചാരിച്ചാലും ഈ കല്യാണം നടക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. അതിനെ നിന്റെ സമ്മതം ഇവിടെ ആരും ചോദിച്ചില്ല. നിന്നെ കെട്ടാനേ ഇപ്പൊ രാജകുമാരൻ വരും കുതിരപ്പുറത്ത്, നോക്കിയിരിക്കെ. ഇതാകുമ്പോ അവന് നയാ പൈസ സ്ത്രീധനം വേണ്ട. അവനായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആലോചനയാ. ഞാനതങ്ങ് ഉറപ്പിച്ചു. നടക്കത്തില്ല ചെറിയമ്മേ. അവനെ പോലെ ഒരു തെമ്മാടി എന്റെ കഴുത്തിൽ മിന്നി കെട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിന്റെ സമ്മതം എനിക്ക് വേണ്ടടി. ഞാൻ തീരുമാനിക്കും, നീ അതനുസരിക്കും. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അവനല്ലാതെ വേറൊരുത്തൻ നിന്റെ കഴുത്തിൽ താലി കെട്ടില്ല, ഓർത്തോ. ചെറിയമ്മേ, ചെറിയമ്മയ്ക്ക് എന്താണ് ഇത്ര വാശി ആ ജോലിയും കൂലി ഇല്ലാത്തവനെ കൊണ്ട് എന്നെ പിടിച്ച് കെട്ടിക്കണോന്ന്? ചെറിയമ്മയ്ക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ ചെറിയമ്മ ഇങ്ങനെ ചെയ്യൂ ചെറിയമ്മേ? നിന്നെ പിന്നെ ആര് വന്ന് കെട്ടുമെന്നും പറഞ്ഞ ആടി നീ ഇരിക്കണത്? അവനിപ്പോ ഒരു ജോലിയില്ല, അത് ശരിയാ. ലേശം കുടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യും. ആണുങ്ങളായ അങ്ങനാ. ഇതൊക്കെ കെട്ടുകഴിഞ്ഞാ നീ വേണം നിർത്താൻ. അത് നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. ചെറിയമ്മേ, ആണുങ്ങളുടെ ജീവിതം നന്നാക്കി എടുക്കാനുള്ളതല്ല പെണ്ണുങ്ങളുടെ ജീവിതം. എനിക്കുണ്ടൊരു ജീവിതം. എന്റെ ജീവിതം ബലിയാടാക്കിക്കൊണ്ട് ഞാൻ ആ തെമ്മാടി വിവാഹം കഴിക്കത്തില്ല. അങ്ങനെ ആരും നന്നാവണ്ട. നിന്റെ ഈ തന്ത കൊണ്ട് വെച്ചേക്കണോടി നിന്നെ കെട്ടിക്കാനുള്ള പണം. ആകെ നൂല് പോലൊരു മാലയല്ലേ നിന്റെ കഴുത്തിലുള്ളൂ. ഇതിപ്പം നയാ പൈസ ചെലവില്ല. അപ്പൊ അവളുടെ അഹങ്കാരം കണ്ടില്ലേ? 10-14 വയസ്സായ പെണ്ണിനെ കെട്ടിക്കാതെ ഈ വീടിനകത്ത് നിർത്തിയാലേ നാട്ടുകാർ അതും ഇതും പറയുന്ന ഓർത്തിട്ടാണ് ഞാൻ ഇത്ര ഉത്സാഹത്തിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ നിന്നെ കെട്ടിക്കാൻ എന്റെ തലയിൽ കൂടെ കളിമണ്ണ് ഓടണോ? എന്റെ പൊന്നു ചെറിയമ്മേ, എനിക്കിപ്പൊ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ചെറിയമ്മയോട് പറഞ്ഞോ? എനിക്ക് കല്യാണം നടന്നില്ലെങ്കിൽ നടക്കണ്ട. കല്യാണം അല്ലല്ലോ ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ അവസാന വാക്ക്. കല്യാണം നടന്നില്ലെങ്കിൽ നടന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ എന്റെ വിധിയാന്ന് കരുതി അങ്ങ് സമാധാനിച്ചോളാം. എന്നാലും അങ്ങനെ ഒരു തെമ്മാടിയെ കല്യാണം കഴിക്കാൻ എന്നെ കിട്ടത്തില്ല. എടീ, ഈ സുധ ഒരു വാക്ക് കൊടുത്താ കൊടുത്തതാ. എന്ത് വില കൊടുത്ത് ഞാനതങ്ങ് നടത്തും. നീ എന്നോടേ മുട്ടാൻ നിൽക്കണ്ട. തന്തേ മോളും തെരുവി കിടക്കേണ്ടി വരും. ഇവിടെ ഇരുന്ന് കിന്നരിക്കാതെ വേഗം പോയി വന്ന് വല്ല പണിയെടുക്കടി. മോളെ, ഞാൻ കാരണമല്ലേ നിനക്കിതൊക്കെ സഹിക്കേണ്ടി വരുന്നത്. അച്ഛൻ വിഷമിക്കാതെ. നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി ദൈവം തുറന്നു തരും.